Good afternoon. കേൾക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. അപ്പോൾ നമുക്ക് നീങ്ങാമല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആരോ റിപ്പോർട്ടഡ് സ്പീച്ച് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലല്ല, എനിക്കൊന്ന് എല്ലാം റിപ്പോർട്ടഡ് സ്പീച്ച്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. റെഡിയാണല്ലോ? നമുക്കതിലേക്ക് നീങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. The police said to the thief, "Don't move." ശരി. The police said to the thief, "Don't move." റിപ്പോർട്ട് ചെയ്യാനാണ്. The police ordered the thief not to move ഉണ്ട്. The police ordered the thief that he should not move ഉണ്ട്. The police told the thief that he did not move ഉണ്ട്. The police ordered to the thief not to move, to not move ഉണ്ട്. അശ്വതി ഒന്നാമത്തേന്ന് പറഞ്ഞു. വേറെ എനിവൺ? ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ് റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്നത്. ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ് അല്ലേ? ഡോൺ മൂവ്, അതാണല്ലോ നമ്മളെ സെൻറ്റൻസ്. ഡോൺ മൂവ് എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ്. എ ആണ് ഉത്തരം. നോക്കാം നമുക്ക്. ആദ്യം ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു ആണ്. ആദ്യം പരിശോധിക്കേണ്ടത് അതാ. റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെർബാണ് റിപ്പോർട്ടിംഗ് വെർബ്. നമുക്ക് അസർട്ടീവ് സെൻറ്റൻസോ ഇൻ്ററോഗേറ്റീവോ ഇമ്പരേറ്റീവോ എക്സ്ക്ലമേറ്ററിയോ ഏത് സെൻറ്റൻസ് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ തരാം. നമ്മൾ ആദ്യമേ നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലാണ് കിടക്കുന്നതെന്ന് നോക്കണം. ഇവിടെ സെഡ് ടു പാസ്റ്റാണ്. നമുക്കൊരു പോയിൻ്റ് ഉണ്ട്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഓൾ ദ ചേഞ്ചിങ് പാർട്സ് വിൽ ബി ചേഞ്ച്ഡ്. അതായത് നമ്മൾ ആ മാറ്റം വരുത്തേണ്ട ഭാഗം ചേഞ്ചിങ് പാർട്ടൊക്കെ എന്ത് ചെയ്യണം? ചേഞ്ച് വരുത്തണം. ഓൾ ദ ചേഞ്ചിങ് പാർട്സ് വിൽ ബി ചേഞ്ച്ഡ്. റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ടെൻസിൻ്റെ പാർട്ടിൽ മാറ്റം വരില്ല, ബാക്കി മാറും. അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ്. ഈ പറഞ്ഞ ആളിൻ്റെ കൂടെ നിൽക്കുന്നതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇവിടെ സെഡ് ടു ആണ് റിപ്പോർട്ടിംഗ് വെർബ്. അത് പാസ്റ്റ് ടെൻസാണ്. ഇനി ഇവിടെ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ് റിപ്പോർട്ട് ചെയ്യുന്ന. സത്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിക്കാൻ പറ്റിയത് ഇമ്പരേറ്റീവിലാണ്. എന്നുവെച്ചാൽ ഓർഡർ ആണെങ്കിൽ ഓർഡേർഡ്, അതുപോലെ റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ്, അതുപോലെ അഡ്വൈസ്ഡ്, കമാൻഡഡ്, ഏർജ്ഡ്, ഫോർബെയ്ഡ്, വാണ്ട്, ടോൾഡ്, ആസ്ക്ഡ്, അതുപോലെ സജസ്റ്റഡ്. ഇപ്പം ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്യാൻ പറ്റിയത് ഏതിലാണ്? ഇമ്പരേറ്റീവിലാണ്. പക്ഷേ ഏതെങ്കിലും അല്ല, നമ്മളെ തരുന്ന സെൻറ്റൻസിനനുസരിച്ച്. ഇപ്പോൾ ഇവിടെ പോലീസാണ് തീഫിനോട് പറഞ്ഞത് ഡോൺ മൂവ്. അപ്പോൾ ഇറ്റ്സ് ആൻ ഓർഡർ, ശരിയല്ലേ? നമ്മൾ പോലീസ് ആരോട് പറഞ്ഞിരിക്കുക? തീഫിനോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓർഡറാണ്. അതുകൊണ്ട് ഈ ടോൾഡ് എന്ന ഓപ്ഷൻ നമുക്കങ്ങ് മാറ്റിയേക്കാം. ബാക്കിയെല്ലാം ഓർഡർ അല്ലേ? ദ പോലീസ് ഓർഡേർഡ് ദ തീഫ്, ദ പോലീസ് ഓർഡേർഡ് ദ തീഫ്, ദ പോലീസ് ഓർഡേർഡ് ടു ദ തീഫ്. ഒരിക്കലും ഓർഡർ എന്ന വെർബിന് ശേഷം ഒബ്ജക്റ്റിൻ്റെ മുമ്പിൽ ടു വരുത്തില്ല. ആര് വരുത്തില്ല? ടു. അതുകൊണ്ട് ആ ഓപ്ഷൻ രണ്ടും കളഞ്ഞേക്കാം. ഓക്കെ. പിന്നുള്ളത് ഈ രണ്ടെണ്ണം. ദ പോലീസ് ഓർഡേർഡ് ദ തീഫ്, ദ പോലീസ് ഓർഡേർഡ് ദ തീഫ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോർമലി ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പം ദാറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ചേർക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലാതെ അത് ലെറ്റ്സ് വരുന്നിടത്താണ്, ലെറ്റസ് വരുന്നിടത്താണ്. അല്ലാതെ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ ദാറ്റ് വേണ്ട. അതുകൊണ്ട് ഇവിടെ ദാറ്റ് ഉണ്ട്, അതും വരുത്തില്ല. അപ്പോൾ നമ്മൾ 3 ഒഴിവാക്കി. അപ്പോൾ ഒറ്റ ഉത്തരവുള്ള ഏതാ? എ തന്നെയാണ്. അതായത് ദ പോലീസ് ഓർഡേർഡ് ദ തീഫ്. ഈ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞിട്ട് ദാറ്റ് ചേർക്കത്തില്ല. ഫസ്റ്റ് വെർബിന് മുമ്പിൽ ടു ചേർക്കും. നെഗറ്റീവ്, അതായത് ഡോണ്ടിൽ തുടങ്ങുകയാണെങ്കിൽ നോട്ട് ടു ചേർക്കാം. ഡോണ്ടിൽ തുടങ്ങുകയാണെങ്കിൽ നോട്ട് ടു. അപ്പോൾ ഇവിടെ ഡോണ്ട് ആയതുകൊണ്ട് നോട്ട് ടു മൂവ്. അപ്പോൾ എ ആണ് ആൻസർ. ദ പോലീസ് ഓർഡേർഡ് ദ തീഫ് നോട്ട് ടു മൂവ്. വേറൊന്നും അതിനകത്ത് വരുത്താനില്ല, ചേഞ്ചും ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ കറക്റ്റ് ആൻസർ ആയിരുന്നു ഒന്നാമത്തെ.
ഇനിയും വരും ഇമ്പരേറ്റീവ്, അന്നേരം നമുക്ക് കൂടുതൽ നോക്കാം. രണ്ടാമത്തെ വായിച്ചേ. ഹി സെഡ് ഐ ആം ഗോയിങ് ടു കോളേജ് ജസ്റ്റ് നൗ. ശ്രദ്ധിക്കണേ, ഹി സെഡ് ഐ ആം ഗോയിങ് ടു കോളേജ് ജസ്റ്റ് നൗ. ഹി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു കോളേജ് ജസ്റ്റ് നൗ. ഇവിടെ ശ്രദ്ധിക്കണേ, ബി അല്ല, ഇവിടെ ഹി ആണ് കേട്ടോ. ഇവിടെയും ബി അല്ല, ഹി ആണ്. അത് പ്രിൻറ്റിങ്ങിൽ വന്നതാണ് കേട്ടോ. ഹി തന്നെ സബ്ജക്റ്റ്. അപ്പോൾ ഹി ആസ്ക്ഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു കോളേജ് ജസ്റ്റ് ദെൻ. He said that he was going to college just then. He asked that he was going to college just then. ഉത്തരം കമൻറ്റ് ചെയ്തേ, പെട്ടെന്നാവട്ടെ. ആൻസർ വരട്ടെ. സി നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞോളൂ ആൻസർ. സി. വേറെ, അതായത് ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാണ്. ഹി സെഡ് ദാറ്റ് ഐ ആം ഗോയിങ് ടു കോളേജ്. ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സി ആണ്. നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെയും റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്. സെഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസാണ് അല്ലേ? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസാണ്. അപ്പം ടെൻസ് ഉൾപ്പെടെ നമുക്ക് മാറ്റാമല്ലോ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസാണ്. അപ്പം ഹി സെഡ് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ചിന്തിക്കാം. സെഡ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് സെഡ് ദാറ്റ് എന്ന് തുടങ്ങാം. നേരെ മറിച്ച് സെഡ് കഴിഞ്ഞിട്ട് ടു ഉണ്ടെങ്കിൽ ആ സെഡ് ടു എന്താക്കണം? ടോൾഡ്. ടോൾഡ്. എടാ സെഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ സെഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെഡ് വെച്ച് തന്നെ എഴുതാം. നേരെ മറിച്ച് സെഡ് കഴിഞ്ഞ് ടു ഉണ്ടെങ്കിൽ അതെന്താക്കി എഴുതാവൂ? ടോൾഡ്. എന്താക്കി എടുക്കണം? ടോൾഡ്. അപ്പോൾ ഇവിടെ സെഡേ ഉള്ളൂ. അപ്പോൾ ഹി സെഡ്. അസർട്ടീവ് സെൻറ്റൻസ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ചേർക്കണം, മസ്റ്റ്. ദാറ്റ് വേണം. അപ്പോൾ ഹി സെഡ് ദാറ്റ്. ഇവിടെ ആസ്കഡ് എന്തായാലും വരത്തില്ല. അപ്പോൾ രണ്ടിടത്ത് സെഡ് ദാറ്റ് ഉണ്ടല്ലോ, ഉണ്ട്. ശരി, ഇനി ഐ അല്ലേ തന്നിരിക്കുന്ന? ഐ പറയുന്ന ആളെ നോക്കിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഹി അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഹി ആവും. ഇവിടെയും ഹി ആണ്, ഇവിടെയും ഹി ആണ് ആണല്ലോ. ഇനി ആം ഗോയിങ് അല്ലേ? ഈസോ ആറോ ആമോ റിപ്പോർട്ട് ചെയ്യുമ്പം വാസ് അല്ലെങ്കിൽ വെയർ. അപ്പോൾ ഹീയുടെ കൂടെ വാസ് അല്ലേ വരൂ? രണ്ടിടത്തും വാസ് ആണല്ലോ. ഗോയിങ്ങിന് മാറ്റമൊന്നും വരുത്തില്ലല്ലോ. ടു കോളേജിന് മാറ്റമൊന്നും വരുത്തില്ലല്ലോ. ജസ്റ്റിന് മാറ്റമൊന്നും വരുത്തില്ലല്ലോ. പക്ഷെ നൗവിനൊരു പ്രത്യേകതയുണ്ട്. നൗ നിയർനെസ്സിനെ കാണിക്കുന്ന ആഡ്വർബ്, അത് ഡിസ്റ്റൻസിലേക്ക് മാറണം. അപ്പം നൗ വരുത്തില്ല, ദെൻ ആണ്. അപ്പം കറക്റ്റ് ഉത്തരം സി ആണ്. ഓക്കെ, അപ്പം ഹി സെഡ് ദാറ്റ് ഹി വാസ് ഗോയിങ് ടു കോളേജ് ജസ്റ്റ് ദെൻ. കണ്ടോ? അതായത് അവൻ പറഞ്ഞതുകൊണ്ട് ഐ അങ്ങ് ഹി ആയി. ആമിന് പകരം വാസ് വന്നു. ഐ എൻ ജി മാറിയില്ല, ടു കോളേജ് മാറിയില്ല, നൗ മാറി, ദെൻ വന്നു. അതുകൊണ്ട് കറക്റ്റ് ആൻസർ സി തന്നെയാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, അടുത്ത വായിച്ചേ. ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻറ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻറ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസാണ്. ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കേ. The teacher asked the student whether he can explain this. The teacher asked the student whether he can explain that. The teacher asked the student whether he could explain this. The teacher asked the student whether he could explain that. Answer പറഞ്ഞേ. ഡി ആണ്. നോക്കട്ടെ. ഓക്കെ. ഇവിടെ ഇതൊരു ചോദ്യമാണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ്? ഒരു ക്വസ്റ്റ്യനാണ്. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ സെഡ് ടു എന്തിലേക്ക് മാറണം? ആസ്ക്ഡ്. ചോദ്യമായതുകൊണ്ട് ആസ്ക്ഡ്. പക്ഷെ നമ്മുടെ 4 ഓപ്ഷനിലും കിടക്കുന്നത് ആരാണ്? ആസ്ക്ഡ് എന്ന. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ. സ്റ്റുഡൻറ്റ് വരെ ഓക്കെ. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ചേർക്കണം. ദാറ്റ് ചേർക്കാൻ പറ്റില്ല. ഇഫ് അല്ലെങ്കിൽ വെദർ. നമ്മൾ നോക്കുമ്പോൾ 4 ഓപ്ഷനകത്തും ആരുണ്ട്? വെദർ ഉണ്ട്.
ഉണ്ടല്ലോ. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വെർബ് റിപ്പോർട്ട് ചെയ്യാവൂ. എങ്ങനെ? ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവട്ടെ, WH ക്വസ്റ്റ്യൻ ആവട്ടെ, സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വെർബ് റിപ്പോർട്ട് ചെയ്യാവൂ. ഇവിടെ യു ആദ്യം റിപ്പോർട്ട് ചെയ്യണം. അപ്പം സ്റ്റുഡൻറ്റിനോടായതുകൊണ്ട് ഹി വന്നു, 4 ഹി ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെർബ് ക്യാൻ അല്ലേ, ക്യാൻ എക്സ്പ്ലെയിൻ ആണോ? റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ക്യാൻ എന്തിലേക്ക് മാറണം? കുഡ്. ക്യാൻ എന്തിലേക്ക് മാറണം? കുഡ്. അപ്പം ഇവിടെ കുഡ് അല്ലല്ലോ, ഇവിടെയും കുഡ്. ഇവിടെ 2 കുഡാണല്ലോ, അതിൽ സംശയമില്ലല്ലോ. ഇനി എക്സ്പ്ലെയിൻ മാറത്തില്ലല്ലോ, ക്യാൻ കുഡിലേക്ക് മാറും. ആ V1 അതുപോലെ എഴുതണം. ഇനി ദിസ് ആണ്, ദിസ് നിയർനെസ്സിനെ കാണിക്കുന്നതാണ്, അത് ദാറ്റിലേക്ക് മാറണം. അതുകൊണ്ട് ആൻസർ ഡി തന്നെയാണ്. ആൻസർ എന്ത് തന്നെയാ? ഡി. എങ്ങനെ? ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് വെദർ ഹി കുഡ് എക്സ്പ്ലെയിൻ ദാറ്റ്. ശ്രദ്ധിക്കുക, ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു കാണും. അത് ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡിലേക്ക് മാറണം. ഒന്നുകിൽ ആസ്ക്ഡ് എന്നല്ല എഴുതാം, അല്ലെങ്കിൽ എൻക്വയർഡ്, അല്ലെങ്കിൽ വാണ്ടഡ് ടു നോ. ഏതെങ്കിലും ഒന്നിലേക്ക് മാറുക. ക്ലിയർ ആണോ? ഒന്നുകിൽ ആസ്ക്ഡ്, അല്ലെങ്കിൽ എൻക്വയർഡ്, അല്ലെങ്കിൽ വാണ്ടഡ് ടു നോ. ഇനി ഒരിക്കലും ദാറ്റ് ചേർക്കാൻ പാടില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ കൊണ്ട് തുടങ്ങണം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഉള്ള ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എഴുതണം. എന്നിട്ട് ആദ്യം സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞേ വെർബ് റിപ്പോർട്ട് ചെയ്യാവൂ. ക്ലിയർ ആണോ? എൻഡിൽ ഫുൾ സ്റ്റോപ്പാണ്, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഡി ആണ്, കറക്റ്റ് ആണ്. അടുത്തത് 4 വായിച്ചേ. ഇനി വായിച്ചേ, അപ്പോൾ വ്യക്തമായിട്ട് കാണാമല്ലോ. രാമു സെറ്റ് മൈ മാസ്റ്റർ ഈസ് പ്ലാനിങ് ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ് ഇൻ കാൻഡല. രാമു സെറ്റ് മൈ മാസ്റ്റർ ഈസ് പ്ലാനിങ് ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ് ഇൻ കാൻഡല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. രാമു സെറ്റ് ദാറ്റ് ഹിസ് മാസ്റ്റർ പ്ലാൻ ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ് ഇൻ കാൻഡല ആണോ? രാമു സെറ്റ് ദാറ്റ് ഹിസ് മാസ്റ്റർ ഈസ് പ്ലാനിങ് ടു ബിൽഡ് ആണോ? രാമു സെറ്റ് ദാറ്റ് ഹിസ് മാസ്റ്റേഴ്സ് പ്ലാൻ ഈസ് ടു ബിൽഡ് ആണോ? രാമു സെറ്റ് ദാറ്റ് ഹിസ് മാസ്റ്റർ വാസ് പ്ലാനിങ് ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ്. ഏതാ കറക്റ്റ് ഉത്തരം? ഏതാ? അശ്വതി ഡി. വേറെ എനിവൺ? നോക്കിയിട്ട് പറ. വേറെ ആർക്കും ആൻസർ ഇല്ലയോടെ? അതിൽ ബി. നോക്കാം നമുക്ക്. വേറെ ശരി, ഞാൻ ഉത്തരത്തിലോട്ട് പോവാം. ഇത് വളരെ എളുപ്പം. രാമു സെറ്റ് മൈ മാസ്റ്റർ ഈസ് പ്ലാനിങ് ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ് ഇൻ കാൻഡല. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. ആദ്യം അത് നോക്കാം. രണ്ടാമത് സെൻറ്റൻസ് ഏത് ടൈപ്പാണ്? അസർട്ടീവ് സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ്റാണ്. മൈ മാസ്റ്റർ ഈസ് പ്ലാനിങ് ടു ബിൽഡ് എന്നല്ലേ പറഞ്ഞത്, അത് അസർട്ടീവ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് സെഡ് കഴിഞ്ഞ് ടു ഇല്ലല്ലോ, അപ്പോൾ സെഡ് ദാറ്റ് വെച്ച് തന്നെ എഴുതാം. 4 അങ്ങനെ തന്നെയാണ്, സെഡ് ദാറ്റ്. ഇനി മൈ മാസ്റ്റർ ആരാ പറഞ്ഞത്? രാമു. അപ്പോൾ അതെന്തായിട്ട് മാറും? ഹിസ് മാസ്റ്റർ. 4 അങ്ങനെയാണ് ഉള്ളത്, ഹിസ് മാസ്റ്റർ. ഓക്കെ. ഇനി ഈസ് പ്ലാനിങ് എന്നല്ലേ തന്നിരിക്കുന്നത്. ഒരു പോയിന്റ് ഉണ്ട്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസാ. സോ ദ വെർബ് ഈസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു വാസ് ഓർ വെയർ. വാസ് അല്ലെങ്കിൽ വെയർ. ഈസോ ആറോ ആമോ വന്നാൽ വാസ് അല്ലെങ്കിൽ വെയർ. ഇവിടെ ഹിസ് മാസ്റ്റർ ആണ്. ഹിസ് മാസ്റ്റർ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് വാസ്. ഇവിടെ പ്ലാൻഡ് എന്നാണ് വന്നിരിക്കുന്നത്, വാസ് ഇല്ല. ഇവിടെ ഈസ് പ്ലാനിങ് വരുത്തില്ല. ഇവിടെ ഈസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? വാസ്. അപ്പോൾ രാമു സെഡ് ദാറ്റ് ഹിസ് മാസ്റ്റർ വാസ് പ്ലാനിങ് ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ് ഇൻ കാൻഡല. ഡി ആണ് ആൻസർ. പെട്ടെന്ന് കണ്ടുപിടിക്കാതെ ഒരൊറ്റ ചേഞ്ച് നോക്കിയാൽ മതി. ആ ഈസിന് പകരം ആരായി? വാസ്. ബാക്കി ഒരു പ്രശ്നം അതിനകത്തില്ല. അപ്പോൾ രാമു സെഡ് ദാറ്റ്. അപ്പം രാമു പറഞ്ഞതുകൊണ്ട് ഹിസ് മാസ്റ്റർ. അപ്പോൾ രാമു സെഡ് ദാറ്റ് ഹിസ് മാസ്റ്റർ വാസ് പ്ലാനിങ് ടു ബിൽഡ് എ ഹ്യൂജ് ഹൗസ് ഇൻ കാൻഡല. വേറെ അങ്ങോട്ട് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ. ദെൻ അടുത്തത് നോക്കാം. നോക്കേ. നന്ദിത സെഡ് ടു നിതിൻ
ക്യാൻ യു സോൾവ് ദിസ് സം? ക്വസ്റ്റ്യനാ, ചോദ്യമാണ്. നന്ദിത ആസ്ക്ഡ് നിതിൻ ഇഫ് ഹി കുഡ് സോൾവ് ആണോ? നന്ദിത ആസ്ക്ഡ് നിതിൻ ഇഫ് കുഡ് ഹി സോൾവ് ആണോ? രണ്ടിടത്തും കുഡ് ഹി സോൾവ് ആണ്. നന്ദിത ആസ്ക്ഡ് നിതിൻ ഇഫ് ഹി കുഡ് സോൾവ്. നന്ദിത ആസ്ക്ഡ് നിതിൻ ഇഫ് ഹി കുഡ് സോൾവ് ദാറ്റ് സം. ഒരിടത്ത് ദിസ്, ഒരിടത്ത് ദാറ്റ്. പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. നന്ദിത സെഡ് ടു നിതിൻ ക്യാൻ യു സോൾവ് ദിസ് സം? ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും സംശയം വല്ല വരികയാണെങ്കിൽ ചോദിക്കണേ. അതിൽ ഡി ആണെന്ന് നോക്കാം നമുക്ക്. വേറെ എനിവൺ? ഡി ഉണ്ട് നോക്കാം. ശരി. അപ്പോൾ ഇവിടെ സെഡ് ടു, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണേ. ചോദ്യമായതുകൊണ്ട് ഈ സെഡ് ടു എന്തായാലും ആരായിട്ട് മാറണം? ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് ആണല്ലോ. ഒരു ചോദ്യമായി, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? നന്ദിത ആസ്ക്ഡ് നിതിൻ, നാലിടത്തും അങ്ങനെ തന്നെയാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പം ഇഫ് അല്ലെങ്കിൽ വെദർ വേണം, നാലിടത്തും അതുമുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ചോദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടേ വെർബ് റിപ്പോർട്ട് ചെയ്യാവൂ ആണല്ലോ. ഇവിടെ യു റിപ്പോർട്ട് ചെയ്തിട്ടേ ക്യാൻ റിപ്പോർട്ട് ചെയ്യാവൂ. അപ്പം യു നിതിനായതുകൊണ്ട് ഹി വരണം. ഇവിടെ ഹി വന്നില്ല, ഇവിടെയും ഹി വന്നില്ല, തിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷൻ പോയല്ലോ. ഇനി ഹി എഴുതി. ക്യാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുഡാവും, രണ്ടിടത്തും കുഡാണല്ലോ. സോൾവിന് മാറ്റമൊന്നുമില്ല. ദിസ് ആണ്. ദിസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റിലേക്ക് മാറും. അതുകൊണ്ട് ഡി തന്നെയാണ് ഉത്തരം. ഇവിടെ തെറ്റാണ്. ഓക്കെ ആണോ? എളുപ്പമല്ലേ ഇതൊക്കെ ചെയ്യാൻ? അടുത്തത്, ഹി സെഡ് ഹൗ ലവ്ലി ദ സീൻ ഈസ്. ഇവിടെ കോമയുടെ ആവശ്യമില്ല കേട്ടോ, അറിയാതെ വീണത്. ഹി സെഡ് ഹൗ ലവ്ലി ദ സീൻ ഈസ്. അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ദ സീൻ ഈസ് വെരി ലവ്ലി ആണോ? ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ഹൗ ദ സീൻ വാസ് ലവ്ലി ആണോ? ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ദ സീൻ വാസ് വെരി ലവ്ലി ആണോ? ഹി എക്സ്ക്ലൈംഡ് ദാറ്റ് ദ സീൻ ഈസ് ഇൻഡീഡ് ലവ്ലി എന്നാണോ? ഏതാ കറക്റ്റ്? ബി. വേറെ ബി. വേറെ അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. എടാ ഇതിനകത്തെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് സെഡ്, അതൊക്കെ. ഇതിനകത്ത് വേറൊരു കാര്യം ചിന്തിക്കണം. ഹൗ ലവ്ലി ദ സീൻ ഈസ്, ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. അതായത് കാണുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. ഏത് സെൻറ്റൻസാണ്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. അത് മനസ്സിലുണ്ടല്ലോ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം അത് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ എക്സ്ക്ലമേറ്ററി ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യല്ല. ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആദ്യം എന്തിലോട്ട് മാറ്റുക? സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോട്ട് മാറ്റണം. ഇതാ നോക്കണം. ഹൗ ലവ്ലി ദ സീൻ ഈസ്, ഇത് ഒരു എക്സ്ക്ലമേറ്ററി. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ദ സീൻ ഈസ് വെരി ലവ്ലി, ഇതാണ് ഇതിൻ്റെ അസർട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. ഹൗ ലവ്ലി ദ സീൻ ഈസ്, അതിൻ്റെ അസർട്ടീവ് ഏതാണ്? ദ സീൻ ഈസ് വെരി ലവ്ലി. ദ സീൻ ഈസ് വെരി ലവ്ലി. ക്ലിയർ ആണോ? അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയതുകൊണ്ട് എങ്ങനെ തുടങ്ങണം? എക്സ്ക്ലൈംഡ്. നാലിടത്തും എന്ത് തന്നെ? എക്സ്ക്ലൈംഡ്. സ്റ്റേറ്റ്മെൻറ്റിലാക്കി എഴുതുന്ന, അതുകൊണ്ട് ദാറ്റ് ചേർത്തിരിക്കണം. നാലിടത്തും ദാറ്റും ഉണ്ട്. അപ്പോൾ ഹി എക്സ്ക്ലൈംഡ് ദാറ്റ്. ഓക്കെ. ഇവിടെ സബ്ജക്റ്റ് ദ സീൻ അതുപോലെ എഴുതണം. ദ സീൻ, ഇവിടെ അത് വന്നിട്ടില്ല. ദ സീൻ ഉണ്ട്, ദ സീൻ ഉണ്ട്. അപ്പം ബി ആദ്യം പുറത്തു പോയത് ബി ആണേ. ഇനി ഇവിടെ ഈസ് ആണ് തന്നിരിക്കുന്ന. നമ്മളെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, അത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് ഈസ് എന്ന വെർബ് പാസ്റ്റിലേക്ക് മാറണം. അപ്പം ദ സീൻ ഈസ് എന്ന് പറയാൻ പറ്റില്ല, ദ സീൻ ഈസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ആൻസർ സി ആണ്. ദ സീൻ വാസ് വെരി ലവ്ലി. ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസർട്ടീവിലാക്കിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ?
അപ്പം എക്സ്ക്ലൈംഡ് എന്ന് എഴുതിയിട്ട് ദാറ്റ് കൊടുത്തു. ദ സീനാണ് സബ്ജക്റ്റ്, അതെഴുതി. ഈസ് എന്തിലേക്ക് മാറി? വാസ്. വെരി ലവ്ലി. അതുകൊണ്ട് ആൻസർ സി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള ആൻസർ ചെയ്യാം. അടുത്തതിലോട്ട് പോവാം. ശരി, 7ാമത്തെ ക്വസ്റ്റ്യൻ. ബിൽ സെഡ് ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു ഓൾ. ബിൽ സെഡ് ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു ഓൾ. ബിൽ സെഡ് ദാറ്റ് ഹീ ഈസ് ഹിയർ ടു ഹെൽപ്പ് യു ആണോ? ബിൽ സെഡ് ദാറ്റ് ഹി വാസ് ദെയർ ടു ഹെൽപ്പ് യു ആണോ? ബിൽ സെഡ് ദാറ്റ് ഹി വാസ് ഹിയർ ആണോ? ബിൽ സെഡ് ദാറ്റ് ഹി ഈസ് ദെയർ ടു ഹെൽപ്പ് ആണോ? ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ബി പറഞ്ഞു ഒരാൾ ഡി പറഞ്ഞു. അശ്വതി ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കും. ബി ആണോ ഡി ആണോ? ബി ആണ്. ഓക്കെ, ബി. പിന്നെ വേറെ ആരോ ഡി പറഞ്ഞിട്ടുണ്ട്. ശരി, ഇവിടെ ഞാൻ പറയാം ആൻസർ. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഒക്കെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് ചോദിക്കുക. എന്നാൽ പ്രസന്റ് ഫ്യൂച്ചറൊക്കെ വരാം, ഏറ്റവും കൂടുതൽ വരുന്ന പാസ്റ്റാണ്. അപ്പം ബിൽ സെറ്റ് ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആണല്ലോ. അപ്പോൾ അതിൽ ദാറ്റ് ചേർക്കാം നമുക്ക്, അല്ലേ? അപ്പോൾ അതാ ബിൽ സെറ്റ് ദാറ്റ്. എല്ലായിടത്തും എന്തുണ്ട്? ബിൽ സെറ്റ് ദാറ്റ് ഉണ്ട്. ഓക്കെ, ഐ ആണ്. ബിൽ പറഞ്ഞതുകൊണ്ട് ഹീ ആയി. എല്ലായിടത്തും ഹീ തന്നെയാണ്, സംശയമില്ലല്ലോ. ഇനി ആം അല്ലേ തന്നിരിക്കുന്നത്. ഈസോ ആറോ ആമോ റിപ്പോർട്ട് ചെയ്യുമ്പം പാസ്റ്റ് ടെൻസ് ആയ വാസ് അല്ലെങ്കിൽ വേറിലോട്ട് മാറും. വാസ് അല്ലെങ്കിൽ വേർ. അപ്പോൾ ഇവിടെ വാസ് ഇല്ല, അതുകൊണ്ട് ഇത് വരത്തില്ല. ഇവിടെയും വാസ് ഇല്ല, അതുകൊണ്ട് ഇതും വരത്തില്ല. അപ്പോൾ എയും ഡിയും എന്തായാലും വരത്തില്ല. രണ്ടിടത്തും വാസ് ഉണ്ട്. ഹി വാസ്. ഇനി ഹിയർ അല്ലേ തന്നിരിക്കുന്നത്. ഹിയർ ഒരു നിയർനെസ്സിൻ്റെ ആഡ്വർബ, അത് ഡിസ്റ്റൻസിലേക്ക് മാറണം. അപ്പോൾ ഹിയർ റിപ്പോർട്ട് ചെയ്യുമ്പം ദെയർ ആവണം. ആരാവണം? ദെയർ. ഇവിടെ ദെയർ ഉണ്ട്, ഇവിടെ ദെയർ ഇല്ലല്ലോ. അപ്പോൾ ആൻസർ ബി ആണ്. ബിൽ സെഡ് ദാറ്റ് ഹി വാസ് ദെയർ ടു ഹെൽപ്പ് അസ് ഓൾ. കണ്ടോ? ഇവിടെ എന്തുകൊണ്ട് അസ് വന്നു എന്നൊരു സംശയം പലർക്കും തോന്നത്തില്ലേ? ഇവിടെ എല്ലായിടത്തും അസ് അല്ലേ, ഇവിടെ മാത്രം യു ഇട്ടിരിക്കുന്നു. എന്തുകൊണ്ട് അസ് വന്നേ എന്നൊരു സംശയം. ഇവിടെ യു എന്നല്ലേ തന്നിരിക്കുന്നത്. യു എന്ന് പറയുമ്പോൾ കേട്ടാൾ ആരോടാണോ പറഞ്ഞത് അത് നോക്കിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആണല്ലോ. ഇവിടെ ആരോടെന്ന് തന്നിട്ടില്ല, ഇല്ലല്ലോ. അപ്പം പിന്നെ നമ്മളോടാ പറഞ്ഞത്. നമ്മളോടായതുകൊണ്ടാണ് ഇവിടെ ആരെ വെച്ചത്? അസ്. ക്ലിയർ ആണോ? അപ്പം അതുകൊണ്ടാണ് ഇത് മാറി. അപ്പം ബിൽ സെഡ് ദാറ്റ് ഹി വാസ് ദെയർ ടു ഹെൽപ്പ് അസ് ഓൾ. എന്തെങ്കിലും സംശയം ഉണ്ടോ? അടുത്തതിലോട്ട് പോവാം. ശരി, അടുത്ത ചോദ്യം. ഹി സെഡ് ടു മീ പ്ലീസ് വിസിറ്റ് മൈ കമ്പനി ടുമോറോ. സെൻറ്റൻസ് ഉണ്ടോ? ഹി സെഡ് ടു മീ പ്ലീസ് വിസിറ്റ് മൈ കമ്പനി ടുമോറോ. ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഹി സെഡ് ടു മീ ടു വിസിറ്റ് ഹിസ് കമ്പനി ടുമോറോ ആണോ? ഹി റിക്വസ്റ്റഡ് മീ ടു വിസിറ്റ് ഹിസ് കമ്പനി ടുമോറോ ആണോ? ഹി റിക്വസ്റ്റഡ് ടു വിസിറ്റ് ഹിസ് കമ്പനി ദ നെക്സ്റ്റ് ഡേ ആണോ? ഹി സെഡ് ടു മീ ടു വിസിറ്റ് ഹിസ് കമ്പനി ദ നെക്സ്റ്റ് ഡേ ആണോ? ഏതായതിനകത്ത് ആൻസർ? സി ആണ്. നോക്കാം. ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ്, അതറിയാമല്ലോ. സെഡ് ടു പാസ്റ്റ് ടെൻസ് ആണ്. ഈ ഇമ്പരേറ്റീവ് സെൻറ്റൻസിലെ പ്ലീസ് ചേർന്നിട്ടുണ്ട്, അന്നേരം റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്തിലേക്ക് മാറും? റിക്വസ്റ്റഡ്. എന്തിലേക്ക് മാറും? റിക്വസ്റ്റഡ്. കാരണം ഇവിടെ പ്ലീസ് കിടക്കുന്നത് കൊണ്ട് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിക്വസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും സെഡ് ടു വരത്തില്ല. രണ്ടിടത്ത് റിക്വസ്റ്റഡ് ഉണ്ടല്ലോ, എന്നോട് തന്നെ റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ഹി റിക്വസ്റ്റഡ് മീ. ഓക്കെ, ഇനി പ്ലീസ് അങ്ങ് പോയി, റിക്വസ്റ്റ് എന്ന് എഴുതിയുണ്ട്. വിസിറ്റ് അതല്ലേ ഫസ്റ്റ് വെർബിന് മുമ്പിൽ ടു ചേർക്കണ്ടേ? അപ്പോൾ ഇവിടെയും ടു വിസിറ്റ് ആണ്, ഓക്കെ. ഇവിടെ മൈ കമ്പനി അവനാ പറഞ്ഞത്, അതുകൊണ്ട് ഹിസ് കമ്പനി അതും ഓക്കെ. ഇവിടെ ടുമാറോ ആണ് തന്നിരുന്നത്. ടുമാറോ നിയർനെസ്സിൻ്റെ വേർഡാണ്. ടുമാറോ എന്ന് എഴുതാൻ പറ്റില്ല, അത് റിപ്പോർട്ട് ചെയ്യുമ്പം നെക്സ്റ്റ് ഡേ. അതുകൊണ്ട് സി തന്നെയാണ്. ഇവിടെ ടുമാറോ അല്ല വരേണ്ടത്, നെക്സ്റ്റ് ഡേ. അപ്പോൾ ഹി റിക്വസ്റ്റഡ് മീ ടു വിസിറ്റ് ഹിസ് കമ്പനി ദ നെക്സ്റ്റ് ഡേ. ടുമാറോ റിപ്പോർട്ട് ചെയ്യുമ്പം നെക്സ്റ്റ്. ഇപ്പം ഇങ്ങനെ ടുഡേ ആണെങ്കിൽ ടുഡേ ദാറ്റ് ഡേ. ടു നൈറ്റ് ആണെങ്കിൽ ദാറ്റ് നൈറ്റ്. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ ഓർ ദ ഡേ ബിഫോർ.
ടുമോറോ ആണെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. ലാസ്റ്റ് എല്ലാം പ്രീവിയസ് ആവും, നെക്സ്റ്റ് എല്ലാം ഫോളോയിങ് ആവും. ഇതൊന്ന് ഓർത്ത് വച്ചേക്കണം. അടുത്ത ചോദ്യം, അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ഹീ സെഡ് മൈ പേരൻസ് ആർ അറൈവിങ് ടുമാറോ. വീണ്ടും ഒരു ടുമാറോ ഉണ്ടേ. ഹീ സെഡ് മൈ പേരൻസ് ആർ അറൈവിങ് ടുമാറോ. അസർട്ടീവ് സെന്റൻസാ, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തേ. He said that his parents are arriving the next day. He said that his parents were arriving the next day. He said that his parents are arriving tomorrow. He said that his parents have arrived the next day. എന്താ വിയോ? എടാ വി ഓപ്ഷൻ ഇല്ലല്ലോ അതിനകത്ത്. ആ ബി ആയിരുന്നല്ലേ. ഓക്കെ 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 ബി. നോക്കാം. ശരി, ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാ. ഓക്കെ ഓക്കെ, ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാ. അപ്പം ഹീ സെഡ്, റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെയും പാസ്റ്റ് ടെൻസ് തന്നെയാണ്. അസർട്ടീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ചേർക്കുമല്ലോ. അപ്പം ഹീ സെഡ് ദാറ്റ്, ഹീ സെഡ് ദാറ്റ്, ഹീ സെഡ് ദാറ്റ്, ഹീ സെഡ്, നാലെടുത്തും അങ്ങനെ തന്നെയല്ലേ. അടുത്ത മൈ പേരൻസ്, അത് പറഞ്ഞത് അവനല്ലേ. അപ്പം ഹിസ് പേരൻസ് ആവണ്ടേ. നാലെടുത്തും ആര് തന്നെ? ഹിസ് പേരൻസ് തന്നെയാണ്, സംശയമില്ലല്ലോ. ഇനി ആർ അറൈവിങ്, നമുക്കറിയാം ഈസോ ആറോ ആമോ ഉണ്ടെങ്കിൽ വാസ് അല്ലെങ്കിൽ വെയർ ആണല്ലോ. അപ്പോൾ ഹിസ് പേരൻസ് ആറ് വരുമോ? ഇല്ല. ആറ് വരുമോ? ഇല്ല. ഹാവ് വരുമോ? ഇല്ല. അപ്പോൾ ഒറ്റ ഉത്തരം മാത്രം പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹിസ് പേരൻസ് വെയർ അറൈവിങ് ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്തിലേക്ക് മാറി? ദ നെക്സ്റ്റ് ഡേ. കണ്ടോ? അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഹിസ് പേരൻസ് വെയർ അറൈവിങ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ ആണോ? അപ്പം നിങ്ങളുടെ കമൻ്റ് ഒന്ന് വേറെ എന്ന് വെച്ചാൽ ഡൗട്ടൊന്നും വരാത്തത് കൊണ്ട് ഞാൻ അടുത്തടുത്തോട്ട് പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കമൻറ്റ്, അതായത് ഡൗട്ടുകളൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, 10ാമത്തിലോട്ട് പോവാം. നോക്കേ. He said, we have done our work. He said, we have done our work. Assertive sentence. ഇവിടെ എല്ലാ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. He said that he had done his work ആണോ? He said that they have done ആണോ? He said that they had done ആണോ? He said that they should do ആണോ? സി ആണ്, സി ആണ്. പോട്ടെ, നോക്കാം, നമുക്ക് നോക്കാം. ഇവിടെ അസർട്ടീവ് സെൻറ്റൻസ് അല്ലേ. അപ്പോൾ ഹീ സെഡ് ദാറ്റ്, ദാറ്റ് വേണമല്ലോ. 4 ഓപ്ഷനിലും ഹീ സെഡ് ദാറ്റ് തന്നെ. ഓക്കെ, ഇനി വി അല്ലേ കിടക്കുന്നത്? വി. അപ്പോൾ വി റിപ്പോർട്ട് ചെയ്യുമ്പം ഒരാളല്ല ഒന്നിലധികം ഉണ്ട്. അവനാ പറഞ്ഞത്, പക്ഷെ ഒരാളല്ല ഒന്നിലധികം ഉണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് ദേ എന്നല്ലേ പറയാൻ പറ്റൂ. ഹി എന്നെന്തായാലും പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഹീ വരത്തില്ല. അപ്പോൾ ബാക്കി ഇവിടെയും ദേ തന്നെയല്ലേ. ഇനി ഹാവ് ഡൺ അല്ലേ തന്നിരിക്കുന്നത്. ഹാസോ ഹാവോ റിപ്പോർട്ട് ചെയ്യുമ്പം ഹാഡായിട്ട് മാറും. ഹാസോ ഹാവോ റിപ്പോർട്ട് ചെയ്യുമ്പം ഹാഡായിട്ട് മാറും. ഇവിടെ ഹാവ് വരത്തില്ല, ഇവിടെ ഷുഡ് വരത്തില്ല. അപ്പോൾ സി തന്നെയാണ്. സിയിലല്ലേ ഹാഡ് കിടക്കുന്നത്. അപ്പോൾ അവർ എന്തിലേക്ക് മാറി? ദേയുടെ ദെയറായി. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ദേ ഹാഡ് ഡൺ ദെയർ വർക്ക്. കണ്ടോ? ഹീ സെഡ് ദാറ്റ് ദേ ഹാഡ് ഡൺ. അപ്പോൾ ഹാസോ ഹാവോ റിപ്പോർട്ട് ചെയ്യുമ്പം ഹാഡായിട്ട് മാറണം. ക്ലിയർ ആണോ? ഇവിടെ അവർ വർക്ക് ആയിരുന്നു, അവിടെ സബ്ജക്റ്റ് ദേ അല്ലേ നമ്മൾ കൊടുത്തത്, അതുകൊണ്ട് ദെയർ വർക്ക്. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ദേ ഹാഡ് ഡൺ ദെയർ വർക്ക്. ഓക്കെ, ശരിയാണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 11ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലീസ് ടേക്ക് മീ ടു ദ ഓഫീസ് സെഡ് ദ വിസിറ്റർ. പ്ലീസ് ടേക്ക് മീ ടു ദ ഓഫീസ്. ടു ദ ഓഫീസർ. ഓഫീസ് അല്ല, സോറി, ഓഫീസർ. പ്ലീസ് ടേക്ക് മീ ടു ദ ഓഫീസർ സെഡ് ദ വിസിറ്റർ. ഒന്ന് ആൻസർ ചെയ്തേ. ദ വിസിറ്റർ റിക്വസ്റ്റഡ് ദം ടു ടേക്ക് ഹിം ടു ദ ഓഫീസ് ആണോ? ദ വിസിറ്റർ ടോൾഡ് ദം ടു ടേക്ക് ഹിം ടു ദ ഓഫീസ് ആണോ? ദ വിസിറ്റർ റിക്വസ്റ്റഡ് ഫോർ ദി ഓഫീസർ ടു ബി ടേക്കൺ ആണോ?
ദ വിസിറ്റർ വാണ്ടഡ് ദ ഓഫീസർ ടു ടേക്ക് ഹിം ദെയർ ആണോ? എ ആണ്. എ ആണ്. കാരണം ഇവിടെ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആരാ? ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ്. മാത്രവുമല്ല ഇതിനകത്ത് പ്ലീസ് ഉണ്ട്. ആരുണ്ട്? പ്ലീസ്. അപ്പോൾ ഈ പ്ലീസ് ഒഴിവാക്കാൻ നമ്മൾ ആരെ ചേർക്കും? റിക്വസ്റ്റ്. അപ്പോൾ രണ്ടിടത്തല്ലേ റിക്വസ്റ്റഡ് ഉള്ളത്, അപ്പോൾ ബാക്കി രണ്ടും തൽക്കാലം അങ്ങ് മാറ്റാം. ഓക്കെ. ഇനി ദ വിസിറ്റർ റിക്വസ്റ്റഡ് ദം ഒരിടത്ത്. ആരോടത് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ദം കൊടുത്തു. ഇവിടെ റിക്വസ്റ്റഡ് ഫോർ ദ ഓഫീസറാണ്. എടാ ഓഫീസറോടല്ലല്ലോ റിക്വസ്റ്റ് ചെയ്തത്, അന്നേരം സി വരുത്തില്ല, എ തന്നെയാണ്. ദ വിസിറ്റർ റിക്വസ്റ്റഡ് ദം. ഫസ്റ്റ് വെർബ് ഇവിടെ ടു അല്ലേ, അല്ല സോറി ടേക്ക് അല്ലേ, ടേക്കിൻ്റെ മുമ്പിൽ ടു ചേർത്തു, ടു ടേക്ക്. മീ വിസിറ്റർ ആയതുകൊണ്ട് ഹിമ്മായി. അപ്പോൾ ദ വിസിറ്റർ റിക്വസ്റ്റഡ് ദം ടു ടേക്ക് ഹിം ടു ദ ഓഫീസർ. എ ആണ്, കറക്റ്റാണ്, എ തന്നെയാണ് ആൻസർ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ആരതി സെറ്റ്സ് ഐ ആം ഇൻ എ ഹറി ടുഡേ. പറഞ്ഞേ. ആരതി സെറ്റ്സ് ഐ ആം ഇൻ എ ഹറി ടുഡേ. എ ആണ്. ഡി ഉണ്ട്. ഒരാൾ ഡി പറഞ്ഞിട്ടുണ്ട്. വേറെ നോക്കാം. ഇതും സിമ്പിൾ സെൻറ്റൻസ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം. ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസാണ്. സെഡ് ഒരു അസർട്ടീവ് സെൻറ്റൻസാണ്. അപ്പം ആരതി സെഡ് ദാറ്റ്. എന്തായാലും സെഡ് ദാറ്റ് വേണമല്ലോ, നാലിടത്തും സെഡ് ദാറ്റ് ഉണ്ട്. ഓക്കെ. ഇനി ഐ ആം. ഐ എന്ന് പറഞ്ഞത് ആരതി അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഷീ വേണം. ഇവിടെ ഷീ ഉണ്ട്, ഇവിടെ ഷീ ഇല്ലല്ലോ, ഇവിടെ രണ്ടിടത്തും ഷീ ഉണ്ട്. ഓക്കെ. ഇനി ആം അല്ലേ കിടക്കുന്നത്. നമുക്കറിയാം ഈസോ ആറോ ആമോ ഉണ്ടെങ്കിൽ വാസ് അല്ലെങ്കിൽ വെയർ, വാസ് അല്ലെങ്കിൽ വെയർ. അപ്പം ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ വാസ് ഇല്ലല്ലോ, ഇവിടെ വാസ് ഇല്ലല്ലോ. അപ്പോൾ ആരുടെ ആൻസർ എ തന്നെയാണ്. ആരതി സെഡ് ദാറ്റ്. ഐ ആരതി ആയതുകൊണ്ട് ഷീ ആയി, ആം വാസ് ആയി, ഇൻ എ ഹറി ടുഡേ എന്തായി, ദാറ്റ് ഡേ ആയി. അപ്പോൾ അത് ആ കറക്റ്റ് കണ്ടോ. ആരതി സെഡ് ദാറ്റ് ഷീ വാസ് ഇൻ എ ഹറി ദാറ്റ് ഡേ. ഓക്കെ, എ തന്നെയാണ് ഉത്തരം. അതിനകത്ത് വലിയ പാടൊന്നുമില്ല. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ദേ സെറ്റ്. കുറച്ചും കൂടി എളുപ്പത്തിലാക്കി തരാം വായിക്കാൻ. അപ്പോൾ ഇനി നോക്കാം. ദേ സെറ്റ് വി ആർ പ്രാക്ടീസിങ് ഫോർ ദി നെക്സ്റ്റ് മാച്ച്. വി ആർ പ്രാക്ടീസിങ് ഫോർ ദി നെക്സ്റ്റ് മാച്ച്. ദേ സെറ്റ് അവർ പറഞ്ഞാണേ, ആൻസർ വരട്ടെ. They said that they are practicing for the next match ഉണ്ട്. They said that they practiced for next match ഉണ്ട്. They said that they were practicing for next match ഉണ്ട്. They said that they were going to practice for the next match ഉണ്ട്. ഏതാ ഇതിനകത്ത് ആൻസർ? We are practicing for the next match. They said. സി ആണ്. നോക്കാം. സി ആണ്. ഓക്കെ. ഇവിടെ നമുക്ക് സെഡ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് ആരാണ്? സെഡ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ്. ഇതൊരു അസർട്ടീവ് സെൻറ്റൻസാണ്. സ്റ്റേറ്റ്മെൻറ്റ് അസർട്ടീവ് സെൻറ്റൻസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ദേ സെഡ് ദാറ്റ്. സെഡ് ദാറ്റ് നാലെടുത്തും ആര് തന്നെ? ദേ സെഡ്. ഇവിടെ ദാറ്റ് ഇല്ല, അതുകൊണ്ട് ഡി ഒഴിവാക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സെഡ് കഴിഞ്ഞ് അസർട്ടീവ് സെൻറ്റൻസിൽ ദാറ്റ് ചേർക്കുമല്ലോ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം, ചില സെൻറ്റൻസിൽ ദാറ്റ് ഉണ്ട്, പക്ഷെ അത് ഒമിറ്റ് ചെയ്തിട്ട് പറയുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒമിറ്റ് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ദേ സെഡ് ദാറ്റ് ഹി ഇങ്ങനെ പറയുന്നു. അപ്പോൾ ദേ സെഡ് ഹി എന്ന് പറഞ്ഞാൽ ഉത്തരം വരുന്നുണ്ട്. ദാറ്റ് ഒമിറ്റ് ചെയ്തിട്ടും പറയാം, പക്ഷേ ഇവിടെ എന്തായാലും ദാറ്റ് വരും, അതുകൊണ്ട് നമ്മൾ ഡി ഒഴിവാക്കി. അപ്പോൾ ഇവിടെ ദേ സെഡ് ദാറ്റ് ആണല്ലോ. ഇനി വി ആണ് സബ്ജക്റ്റ് ആണോ? അവരാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദേ ആവും. അപ്പോൾ ഇവിടെ മൂന്നിടത്തും ദേ ആണല്ലോ, ആണ്. ഇനി ആർ പ്രാക്ടീസിങ് ആണ്. ഈസോ ആറോ ആമോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? വാസ് അല്ലെങ്കിൽ വെയർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആർ എടുക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ വെയർ ഇല്ലല്ലോ. അപ്പോൾ ഒറ്റ ഉത്തരേ ഉള്ളൂ, സി തന്നെയാണ് കേട്ടോ. ക്ലിയർ ആണോ? അപ്പോൾ ഇതെങ്ങനെയാണ് വന്നത്?
they said that they were practicing for the next match. ഇവിടെ വേറൊരു കാര്യം, നെക്സ്റ്റ് മാച്ചാണ്. യഥാർത്ഥത്തിൽ നെക്സ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോളോയിങ് ആക്കാം, പക്ഷെ ഇവിടെ ഒരു ഓപ്ഷനിലും ആക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ എടുക്കാം, നെക്സ്റ്റ് തന്നെ എടുക്കാം. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ദേ വെയർ പ്രാക്ടീസിങ് എന്ന് തന്നിട്ട് ഫോളോയിങ് എന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് തന്നെ ഉത്തരമായിട്ട് എടുക്കണമായിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ദേ സെഡ് ദാറ്റ് ദേ വെയർ പ്രാക്ടീസിങ് ഫോർ ദി നെക്സ്റ്റ് മാച്ച്. ഓക്കെ, അപ്പോൾ സി തന്നെയാണ് അവിടുത്തെ ഉത്തരം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വായിച്ചേ. He said, long may you live. He said, long may you live. Long may you live. ആൻസർ പറഞ്ഞേ. He suggested that my life might be long ആണോ? He prayed that my life might be long ആണോ? He prayed that my life may be long ആണോ? He declared that my life is longer ആണോ? ആൻസർ വരട്ടെ. ബി. വേറെ ബി ആണ് ഉത്തരം. നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് യഥാർത്ഥത്തിൽ ഈ സെൻറ്റൻസ് ഒരു ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്. യഥാർത്ഥത്തിൽ ഈ സെൻറ്റൻസ് ആരാണ്? ഒരു ഓപ്റ്റേറ്റീവ് സെൻറ്റൻസാണ്. ഈ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിഷ്, പ്രെയർ, ബ്ലെസ്സിങ് ഇതിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസാണ് ഓപ്റ്റേറ്റീവ് എന്ന് അറിയാം. മോഡേൺ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ടേം ഉണ്ട്, ഓപ്റ്റേറ്റീവ് സെൻറ്റൻസ്. ഇപ്പോൾ വിഷ്, പ്രെയർ, ബ്ലെസ്സിങ്. ഇപ്പോൾ നമ്മൾ ഓർത്തില്ലേ മേ ഗോഡ് ബ്ലെസ് യു, വിഷ് യു ഗുഡ് ലക്ക്, അങ്ങനെയൊക്കെ പറയും. അതിനെ നമുക്ക് ഓപ്റ്റേറ്റീവ് എന്ന് പറയാം. അതിനകത്ത് യഥാർത്ഥത്തിൽ എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. അപ്പോൾ ഇവിടെയും യഥാർത്ഥത്തിൽ എന്ത് വരേണ്ടതാ? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സെൻറ്റൻസ് ഇത് നമ്മൾ നോർമൽ അസർട്ടീവിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ, എങ്ങനെ അസർട്ടീവിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ ലോങ് മേ യു ലിവ്, ലോങ് മേ യു ലിവ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മൈ ലൈഫ് മേ ബി ലോങ്. ഇതല്ലേ സെൻറ്റൻസ്? മൈ ലൈഫ് മേ ബി ലോങ്. എൻ്റെ ലൈഫ് എന്തായേക്കാം, സോറി മൈ അല്ല, യുവർ ലൈഫ്. അവിടെ യു അല്ലേ? യുവർ ലൈഫ് മേ ബി ലോങ്. എങ്ങനെ ആവാം? യുവർ ലൈഫ് മേ ബി ലോങ്. അതാണ് സെൻറ്റൻസ്. യുവർ ലൈഫ് മേ ബി ലോങ്. അതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ എന്തൊക്കെ വരാം? വിഷ് ആവാം, പ്രയർ ആവാം, ബ്ലെസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന. അതുകൊണ്ട് നമുക്കിതിൻ്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള റിപ്പോർട്ടിംഗ് വെർബ് സജസ്റ്റഡ് വേണ്ട, കാരണം ഇത് സജസ്റ്റ് ചെയ്തൊരു കാര്യമല്ല ആണല്ലോ. പ്രൈഡ് എടുക്കാം, ഡിക്ലെയർഡ് വേണ്ട. അപ്പോൾ രണ്ടെണ്ണം. ഹി പ്രൈഡ് ദാറ്റ്, അത് ഓക്കെ. ഹി പ്രൈഡ് ദാറ്റ്. ഇനി നമുക്ക് യുവർ ലൈഫാണ് ഉള്ളത്. യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ ആരോടൊന്നും അവിടെ തന്നിട്ടില്ല. അവൻ പറഞ്ഞു, ആരോടൊന്നും അവിടെ തന്നിട്ടില്ലല്ലോ. കേട്ടാളെ നോക്കിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, പക്ഷേ കേട്ടാളില്ല. ഇല്ലെങ്കിൽ എഴുതുന്ന ഞാനാണ് കേട്ടത്, അപ്പം എൻ്റെ ലൈഫായിട്ടാണ് മാറേണ്ടത്. അതുകൊണ്ടാണ് മൈ ലൈഫ്. യുവർ ലൈഫ് എന്തായിട്ട് മാറി? മൈ ലൈഫ്. ക്ലിയർ ആണോ? ഇനി മേ ബി ലോങ് അല്ലേ? മേ ആണ്. മേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൈറ്റിലേക്ക് മാറണം. മേ റിപ്പോർട്ട് ചെയ്യുമ്പം മൈറ്റ്. അപ്പോൾ ഇവിടെ മൈറ്റാണ്, ഇവിടെ മേ അല്ലേ? വരത്തില്ല. അപ്പോൾ ഉത്തരം ബി ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഉത്തരം ബി ആണ്. അപ്പോൾ ഹി പ്രൈഡ് ദാറ്റ് മൈ ലൈഫ് മൈറ്റ് ബി ലോങ് എന്നാണ്. കേട്ടോ? ക്ലിയർ ആണോ? നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസർട്ടീവ് ആക്കിയിട്ട് ചെയ്തില്ലേ, അതുപോലെ ഈ ഒരു ഓപ്റ്റേറ്റീവ് സെൻറ്റൻസും നമ്മൾ അസർട്ടീവിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത നോക്കേ. When did you meet my brother? She asked me.
വെൻ ഡിഡ് യു മീറ്റ് മൈ ബ്രദർ ഷീ ആസ്ക്ഡ് മീ. അതൊരു ക്വസ്റ്റ്യനാണ്, WH ക്വസ്റ്റ്യനാണ്. ഷീ വാണ്ടഡ് ടു നോ വെൻ ഡിഡ് ഐ മീറ്റ് ഹെർ ബ്രദർ ആണോ? ഷീ ആസ്ക്ഡ് വെൻ ഡിഡ് ഐ മീറ്റ് മൈ ബ്രദർ ആണോ? ഷീ ആസ്ക്ഡ് മീ വെൻ ഐ ഹാഡ് മെറ്റ് ഹെർ ബ്രദർ ആണോ? ഷീ വാണ്ട്സ് ടു നോ വെൻ ഐ ഹാഡ് മെറ്റ് മൈ ബ്രദർ ആണോ? ഏതാ ആൻസർ? ആയുഷ് എ. അടുത്ത നോക്കട്ടെ, വേറെ എ. ഡി. ഡി അടിച്ച്. നമുക്ക് നോക്കാം, പക്ഷെ നല്ല രീതിയിൽ ആലോചിച്ചിട്ടൊന്ന് നോക്കാം നിങ്ങൾ ഉത്തരം. ഒരു എസ് ഒന്ന ക്വസ്റ്റ്യൻ അല്ല, WH ക്വസ്റ്റ്യനാണ്. വെൻ ഡിഡ് യു മീറ്റ് മൈ ബ്രദർ ഷീ ആസ്ക്ഡ് മീ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. ഷീ ആസ്ക്ഡ് മീ. വേറെ അതിൽ സി. നോക്കാം ഇവിടെ ഷീ ആസ്ക്ഡ് മീ ചോദ്യമാണല്ലോ. അപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആസ്ക്ഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എൻക്വയർഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വാണ്ടഡ് ടു നോ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ വാണ്ടഡ് ടു നോ നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ആസ്ക്ഡ് ഉണ്ട്, ആസ്ക്ഡ്. വാണ്ട്സ് എന്തായാലും വരത്തില്ല. അപ്പം ഡി ഇല്ല. യശ്വതി ആദ്യം പറഞ്ഞ ഡി എന്ന്. അപ്പം ഡി ഇല്ല. കാരണം ഡിക്കകത്ത് വാണ്ട്സ് ടു നോ എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്തായാലും പറ്റത്തില്ല, കാരണം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആസ്ക്ഡ്. ഓക്കെ, ദെൻ അപ്പം ബാക്കി 3 നിലവിലെടുക്കാം. ഇനി ഇതൊരു WH ക്വസ്റ്റ്യനാണ്, അതായത് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെന്നുണ്ട്, ഇവിടെയും വെന്നുണ്ട്, ഇവിടെയും വെന്നുണ്ട്, 3 വെന്നുണ്ടല്ലോ. ശരി, ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ വെർബ് റിപ്പോർട്ട് ചെയ്യാവൂന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ സബ്ജക്റ്റ് യു അല്ലേ, അപ്പോൾ ആദ്യം യു റിപ്പോർട്ട് ചെയ്യണം. എന്നോടല്ലേ ചോദിച്ചത്, അതുകൊണ്ട് യു ഐ ആവും. ഇവിടെ ഐ ആദ്യം വന്നിട്ടില്ല, ഇവിടെയും ഐ ആദ്യം വന്നിട്ടില്ല. അപ്പോൾ ഒറ്റ ഉത്തരേ ഉള്ളൂ, ഷീ ആസ്ക്ഡ് മീ വെൻ ഐ ഹാഡ് മെറ്റ്. കണ്ടോ? ഇനി എന്തുകൊണ്ട് ഹാഡ് മെറ്റ് വന്നു? ഇവിടെ ഡിഡ് മീറ്റാണ്. ഡിഡ് ഉണ്ട്, ഒരു V1 ഫോം ഉണ്ട്. ഡിഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് V1. ഡിഡ് പ്ലസ് V1 റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. ഡിഡ് പ്ലസ് V1 റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3. ഡിഡ് പ്ലസ് V1 റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3. V2 റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3. V2 ഹാഡ് പ്ലസ് V3. ഈ V2നെ സ്പ്ലിറ്റ് ചെയ്തല്ലേ ഡിഡ് V1 എന്ന് എഴുതുന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനേക്കാ? ഹാഡ് പ്ലസ് V3. മീറ്റിൻ്റെ V3 ഫോമാണ് മെറ്റ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ആൻസർ. കണ്ടോ? അപ്പോൾ ഷീ ആസ്ക്ഡ് മീ വെൻ ഐ ഹാഡ് മെറ്റ് ഹെർ ബ്രദർ. അവിടെ മൈ എന്ന് പറഞ്ഞത് ഷീ അല്ലേ, അതുകൊണ്ട് ഹെർ ബ്രദർ ആയത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി, നെക്സ്റ്റ് അടുത്ത ചോദ്യം. റൂബി, ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം ചോദ്യം. ഇനി വായിച്ചേ. റൂബി റിക്വസ്റ്റഡ് മീ ടു ലെൻഡ് ഹെർ ₹1000 ദ നെക്സ്റ്റ് ഡേ. ഇതൊരു കാര്യമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത് തന്നിരിക്കുക ഓൾറെഡി. അതായത് ഇൻഡയറക്റ്റിൽ കിടക്കുക, അത് ഡയറക്റ്റിലോട്ട് കൊണ്ടുവരണം. നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്തത്. ഇത് തിരിച്ചാ റിപ്പോർട്ട് ചെയ്തിരിക്കുക ആണോ, അതിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? ഡയറക്റ്റിലേക്ക് കൊണ്ടുവരണം. പെട്ടെന്നാവട്ടെ. ഡി അടിച്ചിട്ടുണ്ട്. റൂബി റിക്വസ്റ്റഡ് മീ ടു ലെൻഡ് ഹർ ₹10,000 ദ നെക്സ്റ്റ് ഡേ. വേറെ 2 പേരെ ആൻസർ പറഞ്ഞോളൂ. ശരി, ഇവിടെ ഇത് എളുപ്പം, വലിയ പാടൊന്നുമില്ല. തുടങ്ങട്ടെ.
ഇവിടെ റിക്വസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസാണ്. ഡയറക്റ്റിൽ എല്ലാം ഒരേപോലെ തന്നിരിക്കുന്ന സെഡ് ടു മീ, സെഡ് ടു മീ, സെഡ് ടു മീ, സെഡ് ടു മീ. അതിനകത്ത് ഒരു കാര്യമില്ല. എല്ലായിടത്തും പ്ലീസ് ഉണ്ട്. പ്ലീസ്, 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 പ്ലീസ്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ഒരൊറ്റ കാര്യമുള്ളൂ. ശ്രദ്ധിക്കണം. ഇവരുടെ നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ, നമുക്കറിയാം ടുമോറോ. ശ്രദ്ധിക്കണേ, ടുമോറോ റിപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ നെക്സ്റ്റ് ഡേ ആവുന്നത്. അപ്പോൾ ഡയറക്റ്റിൽ ടുമോറോ ഉള്ളപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ആവുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് നെക്സ്റ്റ് ഡേയും അങ്ങ് കളയാം. കാരണം എന്തായാലും നെക്സ്റ്റ് ഡേ ആയിട്ടല്ല വരേണ്ട. ടുമോറോ ആണ് നെക്സ്റ്റ് ഡേ ആവുന്നത് ആണല്ലോ. അപ്പോൾ രണ്ടിടത്ത് ടുമോറോ ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് റൂബി സെഡ് ടു മീ പ്ലീസ് ലെൻഡ് ഹർ ആണോ, റൂബി സെഡ് ടു മീ പ്ലീസ് ലെൻഡ് മീ ആണോ? റൂബി എന്നോട് പറഞ്ഞത് അവൾക്ക്, റൂബി പറയുന്നത് എനിക്ക് വേണമെന്നല്ലേ, അപ്പോൾ അവൾക്ക് വേണമെന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സി അല്ല, കറക്റ്റ് ഉത്തരം ഡി ആണ് കേട്ടോ. ഡി തന്നെയാണ്. റൂബി സെഡ് ടു മീ പ്ലീസ് ലെൻഡ് മീ ₹10,000 ടുമോറോ. അപ്പോൾ ചിലർക്കൊരു സംശയം വരാം എന്തുകൊണ്ട് ഹെറ വന്നില്ല എന്ന്, അല്ലേ? ഹെറ റിപ്പോർട്ട് ചെയ്യുമ്പോഴാക്കുന്നത് നമ്മൾ കണ്ടോ. അപ്പോൾ ഇവിടെ റൂബി സെഡ് ടു മീ എന്നോടാ പറഞ്ഞത് പ്ലീസ് ലെൻഡ് മീ ₹10,000. പ്ലീസ് ലെൻഡ് മീ ₹10,000. സംശയമുണ്ടോ? അത് ഇൻഡയറക്റ്റിൽ നിന്ന് ഡയറക്റ്റിലോട്ട് വന്നതാണ്. സംശയമില്ലല്ലോ. അടുത്ത ചോദ്യം. നോക്കേ, the boy said, bravo, you have done well. ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആ കേട്ടോ. The boy said, bravo, you have done well. ആൻസർ വരട്ടെ. The boy said that he had done well ആണോ? The boy exclaimed that he had done well ആണോ? The boy applauded him saying that he had done well ആണോ? The boy said bravo, he had done well ആണോ? ഏതാ കറക്റ്റ് ആൻസർ? സി ഉണ്ട്, ബി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഇപ്പം എല്ലാം വന്നല്ലേ. ശരി, ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ്. എങ്ങനെ എക്സ്ക്ലമേറ്ററി ആയെന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്രാവോ ഒരു എക്സ്ക്ലമേറ്ററി ടേം ഉണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഇൻ്റർജെക്ഷൻ എന്നാണ്. ഈ ടേമിനെ വിളിക്കുന്നത് ഇൻ്റർജെക്ഷൻ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ പാർട്ടാണ് ഇൻ്റർജെക്ഷൻ. ഓക്കെ, അത് മാറ്റി നിർത്തിയാൽ അസർട്ടീവിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, യു ഹാവ് ഡൺ വെൽ ഓൾറെഡി ഒരു അസർട്ടീവ് സ്ട്രക്ചറിലാണ്. ആരും കൂടി ചേർന്നേ ഉള്ളൂ, ഒരു എക്സ്ക്ലമേറ്ററി ടേം ചേർന്നപ്പോൾ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയെന്നേ ഉള്ളൂ. ശരി, ഇപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് ഡയറക്റ്റ്ലി സെഡ് ആണല്ലോ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയതുകൊണ്ട് സെഡ് വേണ്ട. അപ്പോൾ ഒന്നെങ്കിൽ എക്സ്ക്ലൈംഡ് എടുക്കാം, അപ്ലോഡഡ് എടുക്കാം, സെഡ് അങ്ങ് കളയിക്കാം. അപ്പം ബിയും സിയും ഉണ്ടല്ലോ, നമുക്ക് ഉണ്ട്. അപ്പോൾ ദ ബോയ് എക്സ്ക്ലൈംഡ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ ആണോ? ദ ബോയ് അപ്ലോഡഡ് ഹിം സെയിങ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ ആണോ? ഇതിലേതാ ആൻസർ? വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. നിങ്ങളിതിൽ പെട്ടെന്ന് കണ്ടുപിടിച്ചത് ദ ബോയ് എക്സ്ക്ലൈംഡ് ദാറ്റ്, യു അങ്ങ് ഹി ആക്കി, ഹാവ് ഹാഡ് ആക്കി, അതങ്ങ് എഴുതി അല്ലേ. പക്ഷേ ഇങ്ങനൊരു ടേം ഉള്ളത് നമുക്ക് ഒഴിവാക്കണ്ടേ? ബ്രാവോ എന്ന ടേം, എക്സ്ക്ലമേറ്ററി ടേം നമുക്ക് ഒഴിവാക്കണം. ശ്രദ്ധിക്കണം, എക്സ്ക്ലമേറ്ററി ടേം നമുക്ക് ഒഴിവാക്കണം. ഡയറക്റ്റ് അതങ്ങ് കളഞ്ഞാൽ പോരാ, ഡയറക്റ്റ് എടുത്ത് മാറ്റിയാൽ പോരാ, അതിന് തുല്യമായൊരു പോയിന്റ് അതിനകത്ത് വരുത്തണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമുക്ക് വോവ് എന്നുണ്ടായിരുന്നു, എന്തുണ്ടായിരുന്നു? വോവ്. അല്ലെങ്കിൽ അലാസ് എന്നുണ്ടായിരുന്നു. ഇതൊക്കെ എക്സ്ക്ലമേറ്ററി ടേമാണ്. ഇത് ഒഴിവാക്കുമ്പോൾ അതിനോട് സ്യൂട്ടാകുന്ന രീതിയിൽ അത് നമ്മൾ തുടങ്ങണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സന്തോഷത്തോടാണ് പറയുന്നതെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് ജോയ്, ദുഃഖത്തോടാണെങ്കിൽ എക്സ്ക്ലൈംഡ് വിത്ത് സോറോ, അങ്ങനെ ഒരു ടേം ഉണ്ടാവും. അപ്പോൾ ഇവിടെ വളരെ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ദ ബോയ് അപ്ലോഡഡ് ഹിം സെയിങ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ എന്ന സി ആണ് ആൻസർ.
കാരണം ഈ ടേം ഒഴിവാക്കാനാണ് അപ്ലോഡഡ് അവിടെ ചേർത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം ദ ബോയ് അപ്ലോഡഡ് ഹിം സെയിങ് ദാറ്റ് ഹി ഹാഡ് ഡൺ വെൽ. ഹി ഹാഡ് ഡൺ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിരിക്കുക കണ്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ശരി ശരി. നെക്സ്റ്റ് അടുത്ത നോക്കേ, 18ാമത്തെ ചോദ്യം. ഓക്കെ, 18ാമത്തെ ചോദ്യം. I said to my sister, I brought you a doll yesterday. I brought you a doll yesterday. ഞാൻ സിസ്റ്ററോട് പറഞ്ഞതാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്, അസർട്ടീവ് സെൻറ്റൻസും ആണ്. ഒന്ന് ആൻസർ പറഞ്ഞേ. ബി ഉണ്ട്, ബി ബി വേറെ. ഓക്കെ ശരി, നമുക്ക് ആൻസറിലോട്ട് പോവാം. അപ്പോൾ ഐ സെഡ് ടു മൈ സിസ്റ്റർ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് സെഡിൻ്റെ കൂടെ ടു ഉണ്ട്. അപ്പോൾ സെഡ് ടു ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തിലോട്ട് മാറ്റാം? ടോൾഡ്. അസർട്ടീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണേ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ് എന്ന് എഴുതാമായിരുന്നു, ഇവിടെ ടോൾഡ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കേ, ഐ ടോൾഡ് മൈ സിസ്റ്റർ, ഐ ടോൾഡ് മൈ സിസ്റ്റർ, ഐ ടോൾഡ്. നാലിടത്തും സെയിം ആണ്, ദാറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായില്ല. ക്ലിയർ ആണോ? ഇനി ഇവിടെ ഐ ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, അപ്പം ഐ മാറ്റാൻ പറ്റില്ലല്ലോ, ഇല്ല. ഇനി ഇവിടെ ബ്രോട്ട്, ശ്രദ്ധിക്കണേ, ബ്രിങ് എന്നതിൻ്റെ സെക്കൻഡ് ഫോമാണ് ബ്രോട്ട്. V3യും ബ്രോട്ടാണ്. പക്ഷേ V3 എഴുതണമെങ്കിൽ ഒരു ഓക്സിലറി അവിടെ വേണമല്ലോ. ഓക്സിലറി ഇല്ലാത്തത് കൊണ്ട് ഇത് V2 ഫോമാണ്. നമുക്കറിയാം V2 വെർബിൻ്റെ സെക്കൻഡ് ഫോം തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു തന്നതാ. റിപ്പോർട്ട് ചെയ്യുമ്പം ഹാഡ് പ്ലസ് V3 ആവണം. V2 റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ബ്രോട്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഹാഡ് ബ്രോട്ട് ഉണ്ട്, ഇവിടെ ഹാഡ് ബ്രോട്ട് ഉണ്ട്, ഇവിടെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ രണ്ട് ഓപ്ഷൻ പോയി. ക്ലിയർ ആണോ? ഇനി അപ്പോൾ ഐ ഹാഡ് ബ്രോട്ട് യു, എൻ്റെ സിസ്റ്ററോടാണ് പറഞ്ഞത്. അപ്പോൾ ഹെർ എന്നല്ലേ പറയാൻ പറ്റൂ. എ ഡോൾ യെസ്റ്റർഡേ റിപ്പോർട്ട് ചെയ്യുമ്പം പ്രീവിയസ് ഡേ, യെസ്റ്റർഡേ അല്ലല്ലോ. അപ്പം ബി തന്നെയാണ് ആൻസർ. അപ്പം എങ്ങനെയാണ് വരേണ്ടത്? ഐ ടോൾഡ് മൈ സിസ്റ്റർ ദാറ്റ് ഐ ഹാഡ് ബ്രോട്ട് ഹെർ എ ഡോൾ ദ പ്രീവിയസ് ഡേ. അപ്പം ആൻസർ ബി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? യെസ് യെസ്. ശരി, 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യം നോക്കാം. The captain said to the army, march forward now. The captain said to the army, march forward now. Imperative sentence. Answer പറഞ്ഞേ. The captain said to the army that march forward ആണോ? The captain ordered the army to march forward then ആണോ? The captain ordered the army to march on that day ആണോ? The captain ordered the army to attack the enemy ആണോ? ഏതാ അതിനകത്ത് കറക്റ്റ് ഉത്തരം? ബി 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 ബി. നോക്കാം, നോക്കാം. ഇവിടെ ക്യാപ്റ്റൻ ആർമിയോട് പറഞ്ഞതാ മാർച്ച് ഇതൊരു ഇമ്പരേറ്റീവാണ്. ക്യാപ്റ്റൻ തൻ്റെ ആർമിയോടാണ് പറഞ്ഞത്, അതുകൊണ്ട് ഓർഡറാണ്. അപ്പോൾ സെഡ് ടു പറ്റില്ല. അപ്പോൾ ദ ക്യാപ്റ്റൻ ഓർഡേർഡ് ദ ആർമി. ദ ക്യാപ്റ്റൻ നോക്കിയാൽ ഇവിടെ മൂന്നിടത്തും ഓർഡേർഡ് ആണ്. ശരി, ഇനി ഇമ്പരേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെർബിന് മുമ്പിൽ ടു ചേർക്കണമല്ലോ. അപ്പം മാർച്ച് ടു മാർച്ച് ആവും. ഓക്കെ, ഇതതില്ല. അപ്പം ഡിയും പോയി. ഓക്കെ, ഇനി ഇവിടെ നൗ അല്ലേ, നൗ അങ്ങ് ദെൻ ആക്കിയാൽ പോരെ. അപ്പം കറക്റ്റ് ഉത്തരം ബി തന്നെയാണ്, ബി തന്നെയാണ്. The captain ordered the army to march forward then. Correct. സംശയമൊന്നുമില്ലല്ലോ? Then last നോക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. ഇല്ല.
അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ എന്ന് കിടക്കുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കേ. They said we have lived here for a long time. They said we have lived here for a long time. അസർട്ടീവ് സെന്റൻസാ. പെട്ടെന്ന് പറഞ്ഞേ. സി they said that they had lived there. വൈഷ്ണവി, അശ്വതി, സി ഉറപ്പാ. പെട്ടെന്ന് ഉത്തരം ചെയ്യാല്ലേ. ഇതൊക്കെ ചിന്തിക്കാനൊന്നുമില്ല, വളരെ എളുപ്പം. ഇത് ഏറ്റവും എളുപ്പം. ഇതൊക്കെ ഇവിടെ അസർട്ടീവ് സെൻറ്റൻസ് ആണ്, കാണുമ്പോൾ അറിയാലോ അസർട്ടീവ് സെൻറ്റൻസാണ്. അപ്പോൾ സെഡ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം നമ്മൾ ദാറ്റ് ചേർക്കുമല്ലോ അസർട്ടീവിൽ. അപ്പോൾ ദേ സെഡ് ദാറ്റ്. പക്ഷെ ഇവിടെ ഒരിടത്ത് ദാറ്റ് കൊടുത്തിട്ട് നോക്കേ. ദേ സെഡ്, ദേ സെഡ്, ദേ സെഡ്, ദാറ്റ് ഉണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ദാറ്റ് ഉണ്ട്, ഒമിറ്റ് ചെയ്യുന്നതാ. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ദാറ്റ് ഇവിടെ വരേണ്ടതാ, അത് ഒമിറ്റ് ചെയ്തല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ ദേ സെഡ്. ഇവിടെ വി ഹാവ് ലിവ്ഡ് അല്ലേ? എടാ സെഡ് പാസ്റ്റ് ടെൻസാ. എന്തായാലും ഹാവ് എന്തിലേക്ക് മാറണം? ഹാഡ് ആയിട്ട് മാറും. ഹാസോ ഹാവോ ഉണ്ടെങ്കിൽ ഹാഡ് ആയിട്ട് മാറും. മാറത്തില്ലയോ? ഇവിടെ ഹാഡ് ആയില്ല, ഇവിടെ ഹാഡ് ഇല്ല, ഇവിടെ ഹാഡ് ആയില്ല. ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് ലിവ്ഡ് ദെയർ. കണ്ടോ? ഹിയർ അങ്ങ് ദെയർ ആവും. കണ്ടോ? അപ്പം ദേ സെഡ് ദാറ്റ് ദേ, അതായത് വി അവർ പറഞ്ഞതുകൊണ്ട് ദേ ആയി, ഹാവ് ലിവ്ഡ് ഹാഡ് ലിവ്ഡ് ആയി, ഹിയർ ദെയർ ആയി, ഫോർ എ ലോങ് ടൈം. ഒറ്റ ഉത്തരം, പെട്ടെന്ന് ചെയ്യാം. ആ വെർബ് മാത്രം നോക്കിയാൽ മതി. ഹാസോ ഹാവോ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് ആവും. ആദ്യത്തെ ഓപ്ഷന് ഹാവ് അല്ലേ, വരത്തില്ല. രണ്ടാമത്തേൽ ഹാഡ് വന്നിട്ടില്ല. നാലാമത്തേനകത്ത് ഹാവാ കിടക്കുന്ന, വരത്തില്ല. ക്ലിയർ ആണോ? അപ്പോൾ 20 ക്വസ്റ്റ്യന് നമ്മൾ ചെയ്ത്. എത്ര ക്വസ്റ്റ്യന്? 20. ഈ 20 ക്വസ്റ്റ്യനകത്ത് വലിയ പാടില്ലായിരുന്നു. പാടില്ലെന്ന് മാത്രം നിങ്ങളൊരു 95% ഉത്തരം പറഞ്ഞൊക്കെ ശരിയായിരുന്നു. ചിലർ ചില ഭാഗങ്ങളിലൊക്കെ തെറ്റിപ്പോയെന്നുള്ളൂ. കുഴപ്പമില്ല, അത് സ്വാഭാവികം. അപ്പോൾ ഇത് റിപ്പോർട്ടർ ഇനിയും വരും. നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ വേറെ ഒക്കെ ചെയ്യാം, പല പല ടോപ്പിക്ക് ചെയ്യും. ഏതെങ്കിലും ടോപ്പിക്കിൽ സജഷൻ ഉണ്ടോ ഇന്നത് ചെയ്യണമെന്ന്? അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ അതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന ടോപ്പിക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ നേരം റിപ്പോർട്ട് സ്വിച്ചിൻ്റെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്നാണ് സ്പോട്ട് ദ എറർ. എറർ സ്പോട്ട് ചെയ്യുന്നത് അത് എല്ലാ ടോപ്പിക്കിലും വരും. എറർ സ്പോട്ട് ചെയ്യുന്ന സെൻറ്റൻസ് കറക്ഷൻ അത് എല്ലാ ടോപ്പിക്കിലും വരും. ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഇപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, അതുപോലെ തന്നെ ടെൻസിൽ നിന്ന് വരാറുണ്ട്, ആർട്ടിക്കിൾ പ്രിപ്പോഷൻ ഒക്കെ വരാറുണ്ട്. സിനോണിംസ് ചെയ്യാം. സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ കൂടുതൽ ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഒക്കെ എല്ലാ ടോപ്പിക്കിലും വരുന്നത്. അത് സ്പെസിഫൈഡ് ടോപ്പിക്കൊന്നുമില്ലല്ലോ. സിനോണിംസും ആൻറ്റോണിംസും അത് വൊക്കാബുലറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് ചെയ്യാം, നമുക്ക് ഉൾപ്പെടുത്താം. ശരി, ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് മാക്സിമം കൂട്ടാൻ പറ്റും. ക്വസ്റ്റ്യൻ എണ്ണം നമ്മൾ കൂട്ടാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂട്ടുമ്പോൾ എക്സ്പ്ലനേഷൻ കൂടുമ്പോൾ ക്വസ്റ്റ്യൻ കുറയുന്നതാണ് കേട്ടോ. ആണെങ്കിൽ എണ്ണം നമുക്ക് കൂട്ടിച്ച്. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.